സമരം ചെയ്താലും അല്ലെങ്കിൽ ഹർത്താൽ ഉണ്ടാക്കിയിട്ട് സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ സർക്കാരിന് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത് തീരുമാനിക്കുന്നത് സർക്കാർ അല്ല വില തീരുമാനിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. മാർക്കറ്റ് തന്നെയാണ് ഇതിന്റെ വില തീരുമാനിക്കുന്നത്. എന്നാൽ ഹലോ ഹായ് SVD ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ രീതിയിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ നമ്മൾ പ്രതിഷേധം കാണാറുണ്ട്, സമരം കാണാറുണ്ട്, ഹർത്താലുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും പെട്രോളിന്റെയോ ഗ്യാസിന്റെയോ ഒക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഒരു പ്രതിഷേധം നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മൾ എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു വസ്തു, വെളിച്ചെണ്ണ, അതിന്റെ വില ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ? എല്ലാവർക്കും അറിയാം അതിന്റെ വില എത്രയാണെന്ന്. എന്നാൽ അവിടെയല്ല പ്രശ്നം. 2014 പെട്രോളിന്റെ വില 70-74 ഒക്കെയാണ്. ആവറേജ് 72 മാറിക്കൊണ്ടിരിക്കുമല്ലോ. ആവറേജ് പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 72 രൂപയാണ്. ആ സമയം വെളിച്ചെണ്ണയുടെ വില എന്ന് പറയുന്നത് 60-65 ഒക്കെയാണ്. എന്നാൽ കാലം മാറി ഇപ്പോൾ ഇവിടെ 2025 എത്തുമ്പോൾ പെട്രോളിന്റെ വില 106 വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വെളിച്ചെണ്ണയുടെ വില എത്രയാണെന്ന് നോക്കിയാൽ 300-400 ഒക്കെയാണ്. ഇനി നല്ല ഹൈ ക്വാളിറ്റി കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നതാണെങ്കിൽ 450 രൂപ വരെ ഉണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ പെട്രോളിന്റെ വില അധികരിച്ചതിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം പെട്രോളിന് 1 രൂപയോ അല്ലെങ്കിൽ 50 പൈസയോ അല്ലെങ്കിൽ പോട്ടെ 2 രൂപ ഒക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഹർത്താൽ ഉണ്ടാവും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ. എന്നാൽ വെളിച്ചെണ്ണയുടെ വില 60-65 ഉള്ള വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ 300-400 ഒക്കെയാണ്. അതിന് ഒരു സമരമോ ഒന്നുമില്ല. അപ്പൊ ചില ആൾക്കാരെങ്കിലും ചോദിക്കും, എന്തേ കൃഷിക്കാർക്ക് ജീവിക്കണ്ടേ എന്ന്, കർഷകർക്ക് ജീവിക്കണ്ടേ എന്ന്. എന്നാൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒന്നല്ല, 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കർഷകർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? സാധാരണ കൂലിപ്പണിയെടുക്കുന്ന ആളുകളുണ്ട്, ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവർക്കും ഈ വെളിച്ചെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? അവർക്കും ജീവിക്കണ്ടേ? അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ തന്നെ. അവർക്കും ജീവിക്കണ്ടേ? രണ്ടാമത്തെ ചോദ്യം, ഈ പറഞ്ഞിട്ടുള്ള വില വർദ്ധിച്ചല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ കർഷകർക്ക് തന്നെ ലഭിക്കുന്നുണ്ടോ? കാരണം എല്ലാ സാധനങ്ങൾക്കും ഒരു ഇടനിലക്കാരനുണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ലാഭം കിട്ടുക ഈ പറയുന്ന ഇടനിലക്കാരൻക്കായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇതിന്റെ കാര്യവും. പിന്നെ ഇതിൽ സമരം ചെയ്താലും അല്ലെങ്കിൽ ഹർത്താൽ ഉണ്ടാക്കിയിട്ട് സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ സർക്കാരിന് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത് തീരുമാനിക്കുന്നത് സർക്കാർ അല്ല വില തീരുമാനിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. മാർക്കറ്റ് തന്നെയാണ് ഇതിന്റെ വില തീരുമാനിക്കുന്നത്. എന്നാൽ വില അധികമാകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സബ്സിഡൈസ് ചെയ്തിട്ട് സാധനങ്ങൾ കൊടുക്കാം. പിന്നെ ഈ വില അധികരിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കേരളത്തിൽ നാളികേരത്തിന്റെ ലഭ്യത കുറവാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് കടത്തുന്നതാണ് മറ്റൊരു പ്രശ്നം. കാരണം വിലയിൽ മാറ്റമുണ്ടാവും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്യണം. ഇതൊക്കെ ചേർന്ന് വലിയൊരു തുക തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ ഉണ്ടാകും. അതിനെ തുടർന്ന് വെളിച്ചെണ്ണയുടെ വിലയും അധികരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.